ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നിലപാടിനെതിരെ സാധാരണ ജനങ്ങൾ രംഗത്ത് വന്നു. പ്രതികരണങ്ങളിലേക്ക്. തലേദിവസം തന്നെ ഞങ്ങൾ ഒരു കള്ളം പറയുന്നതല്ല, ചിക്കൻ മേടിച്ച് അത് കറി വെച്ച് വേറെ തോരന്, പിന്നെ അങ്ങനെ കൂട്ടാത്തവരുണ്ടെങ്കിൽ ഇങ്ങേയറ്റം മുളക് വരെ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് ഇടിച്ച് ഞങ്ങൾ പുളിയും വെച്ച് ഞെരടി വേറൊരു പൊതി കെട്ടി അതിനകത്ത് വെച്ചേക്കും വൃത്തിയായിട്ട്. ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവർ ഈ ചിക്കൻ കൂട്ടാത്തവരുണ്ടെങ്കിൽ അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മുളക് വരെ ഞെരടി അതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഭക്ഷണം ഒരിക്കലും നിർത്താൻ ഞങ്ങൾ ആരും പറയത്തില്ല. ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ഇതൊരു അത്താണിയായിട്ട് ഞങ്ങൾ കരുതുന്നത്. ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് കഷ്ടത അനുഭവിച്ചാണ് ഓരോ വീട്ടുകളിൽ നിന്ന് ഈ പൊതി കളക്ട് ചെയ്ത് ഈ വണ്ടിയെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത്. ഇതേ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ടേ ഉള്ളതാണ് ഇവിടെ. മനസ്സിലായി? ഇത് കിച്ചണും മറ്റേതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പോരായോ? ഇപ്പം കിച്ചണൊന്നും ഇല്ലല്ലോ. ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് ഇത് വേണം. അത് കൊടിയൊന്നും നോക്കിയാൽ ഇവിടെ വിതരണം. വണ്ടിക്ക് കൊടി കിട്ടുന്ന വെച്ചാൽ അവർ കൊണ്ടുവന്നിട്ടില്ലേ? ഇവന്മാരെവിടെ പോയായിരുന്നു? പോയായിരുന്നേ. അതൊന്നും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് ആഹാരം വേണം. ഭക്ഷണമേ ഈ പറയുന്ന മന്ത്രിമാരുടെ വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ വരുന്നത്. ഞങ്ങളെപ്പോലുള്ള പാവത്തങ്ങൾ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഭക്ഷണമല്ലേ. അത് മന്ത്രിമാർ നിർത്തലാക്കുന്ന എന്തിനാ? പാർട്ടി നോക്കി ഒന്നും അല്ലല്ലോ സാധുക്കൾക്ക് ആഹാരം കൊടുക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങളെ 2-3 കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് വന്ന് അവരുടെ വീട്ടുകളിൽ നിന്ന് ആഹാരം കൊണ്ടുവരാനൊന്നും അവർക്കൊന്നും പറ്റത്തില്ല. അപ്പം ഞങ്ങളെപ്പോലുള്ള സാധുക്കൾ ഞങ്ങൾ കൊടുത്തുവിടുന്ന ഭക്ഷണം തന്നെയല്ലേ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊടുത്തുവിടുന്ന ഭക്ഷണം തന്നെയല്ലേ രോഗികൾക്ക് കൊടുക്കുന്നത്. അത് മന്ത്രി ഇവിടുന്ന് കൊടുക്കണമെന്ന് അത് വേണ്ട. ആരാണോ ഇത്രയും നാൾ കൊടുത്തത് അവർ തന്നെ കൊടുക്കുന്നതാ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നിട്ടേക്കാൾ ഈ ചോറ് നിർത്താൻ മതി. ഈ ആശുപത്രി മരുന്നില്ല, ഈ സാധനങ്ങളൊന്നുമില്ല. ഇത് ഇയാൾ അന്വേഷിച്ച ഞങ്ങളൊക്കെ പുറത്ത് പോയാണ് 10,000-2,000-3,000 രൂപ ബ്ലഡ് പരിശോധിക്കുന്നത്. അയാൾ പറഞ്ഞതെന്താ പറയുക, ഇവിടെ എല്ലാ സഹായം കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സഹായവും ഇല്ല. 2-3 മാസമായ രോഗികളടക്കം ഈ ഒരു നേരത്തെ ആഹാരം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു കാര്യമെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. അത് നിർത്തൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഏതൊരു രാഷ്ട്രീയക്കാരും അത് ചെയ്യുന്ന അങ്ങേയറ്റം തെറ്റെന്നല്ലാതെ ഇത് ശരിയാണെന്ന് നമുക്ക് പറയാൻ നിൽക്കുന്നില്ല. ഇതിന് മുൻപ് ഇത് കൊടുത്തപ്പോഴത്തേക്കേ ആദ്യം നിന്ന് എന്നാൽ കൊടുക്കെന്നും പറഞ്ഞ് കൊടുത്തേച്ച് ഇപ്പോൾ എന്തിനാ ഇതിനകത്ത് മണ്ണ് വാരിയിടാൻ തുടങ്ങുന്നത്? അത് അങ്ങേയറ്റം തെറ്റ്. അത് ഞങ്ങൾ അനുവദിച്ച് തരത്തില്ല. ഇനി ഏത് രാഷ്ട്രീയക്കാരായാലും, ഒരു രാഷ്ട്രീയക്കാരല്ല, പല രാഷ്ട്രീയക്കാരും ഇവിടെ വന്ന് ആ ആഹാരം കൊണ്ട് കഴിയുന്ന എത്ര രോഗികളുണ്ട്, ഞാൻ ഉൾപ്പെടെ. ഞങ്ങൾ